രാഷ്ട്രീയമായ തിരിച്ചടികൾ എല്ലാം മറികടന്ന് BJP വീണ്ടും കരുത്ത് ആർജിക്കുന്നതായാണ് ഇപ്പോഴത്തെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത്. മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും NDAക്ക് മുൻതൂക്കം പ്രവചിക്കുകയാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ. ആദ്യം പുറത്തു വന്ന 3 എക്സിറ്റ് പോൾ ഫലങ്ങളിൽ 2ഉം മഹാരാഷ്ട്രയിൽ NDA സഖ്യത്തിൻ്റെ വിജയമാണ് പ്രവചിച്ചിരിക്കുന്നത്. ജാർഖണ്ഡിൽ BJPക്കാണ് ഭൂരിഭാഗം എക്സിറ്റ് പോളുകളും പ്രവചിച്ചിരിക്കുന്നത്. മഹാരാഷ്ട്രയിൽ NDAക്ക് മുൻതൂക്കമെന്ന് മാർക്ക് പറയുമ്പോൾ NDAക്ക് 118 സീറ്റ് മാത്രമേ അവിടെ കിട്ടുകയുള്ളൂ എന്ന് മറ്റൊരു സർവേ പറയുന്നു. മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഇലക്ട്രൽ എഡ്ജ് എന്ന് പറയുന്ന ചാനലിൻ്റെ സർവേ കണക്കുകൾ പ്രകാരം മഹാരാഷ്ട്രയിൽ BJP 184 സീറ്റുകൾ നേടി ഏറ്റവും വലിയ ഒറ്റ പാർട്ടിയാകും എന്നാണ് പറയുന്നത്. 60 സീറ്റുകൾ കോൺഗ്രസിനും ശരത് പവാറിൻ്റെ NCPക്ക് 46 സീറ്റുകളുമാണ് അവർ പ്രവചിക്കുന്നത്. ഉദ്ധവ് താക്കറെയുടെ ശിവസേനയ്ക്ക് 44 സീറ്റുകളും അവർ പറയുന്നുണ്ട്. ഷിൻഡെയുടെ ശിവസേനയ്ക്ക് 26 സീറ്റും അജിത് പവാറിൻ്റെ പാർട്ടിക്ക് 14 സീറ്റുമാണ് പറയുന്നത്. ഈ കണക്ക് വെച്ച് നോക്കിയാൽ NDAക്കാണ് മുൻതൂക്കം പറഞ്ഞിരിക്കുന്നത്. മാർക്കിൻ്റെ സർവേ പ്രകാരം 137 മുതൽ 157 സീറ്റാണ് മഹാരാഷ്ട്രയിൽ NDAക്ക് ലഭിക്കുന്നത്. കോൺഗ്രസിന് 126 മുതൽ 146 സീറ്റുകളാണ് പറയുന്നത്. മറ്റുള്ളവർക്ക് 2 മുതൽ 8 വരെ സീറ്റുകളും പറയുന്നു. ഇനി ജാർഖണ്ഡിലേക്ക് വരുമ്പോൾ NDAക്ക് 45 മുതൽ 50 വരെ സീറ്റുകളും ഇന്ത്യ സഖ്യത്തിന് 35 മുതൽ 38 വരെ സീറ്റുകളുമാണ് ചാണക്യ പ്രവചിച്ചിരിക്കുന്നത്. എന്നാൽ ഇവിടെ മാർക്കും ആക്സിസ് മൈ ഇന്ത്യയും ഇന്ത്യ മുന്നണിക്കാണ് വിജയം പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യ മുന്നണി 37 മുതൽ 47 വരെ സീറ്റ് നേടുമെന്ന് മാർക്കും 53 സീറ്റുകൾ നേടുമെന്ന് ആക്സിസ് മൈ ഇന്ത്യയും പറയുന്നു. NDAക്ക് പരമാവധി 40 സീറ്റാണ് മാർക്ക് പറയുന്നത്. 25 സീറ്റാണ് ആക്സിസ് മൈ ഇന്ത്യയുടെ പ്രവചനം. മഹാരാഷ്ട്രയിൽ നിന്നുള്ള മറ്റുള്ള പോളുകൾ നോക്കിയാൽ പീപ്പിൾസ് പൾസ് പറയുന്നത് BJP 182, കോൺഗ്രസ് 97, മറ്റുള്ളവർ 9 എന്നാണ്. മെട്രിസ് എന്നവരുടെ സർവേ പറയുന്നത് BJP 170 വരെ പോയേക്കാം, കോൺഗ്രസ് 130 വരെ, മറ്റുള്ളവർ 10 വരെ. ലോക്സാക്ഷി മറാത്തി രുദ്ര പറയുന്നത് BJP 142 സീറ്റുകൾ വരെയും കോൺഗ്രസിന് 140 വരെയും സീറ്റുകളാണ്. എന്നാൽ ദൈനിക് ഭാസ്കർ ഇരു മുന്നണികൾക്കും ഏതാണ്ട് തുല്യമായ സീറ്റുകളാണ് പ്രവചിച്ചിരിക്കുന്നത്. ജാർഖണ്ഡിൽ മാർക്ക്, ആക്സിസ് മൈ ഇന്ത്യ എന്നിവർ ഒഴികെ മറ്റുള്ള എല്ലാ ഏജൻസികളും പറയുന്നത് ചെറിയ ഒരു വ്യത്യാസത്തിൽ BJP മുന്നണി ഭരിക്കാൻ എത്തുമെന്നാണ്.